നമസ്കാരമുണ്ട്. ഈറൗണ്ട് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. 104 വയസ്സുള്ള ജീവദാസൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രായമേറിയ കളരിയാശാനും ആ മനുഷ്യനെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോ കൂടെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ആ വീട്ടിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് അപ്പൂപ്പന് നമ്മൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ ഇവിടെ അടുത്ത് അപ്പൂപ്പന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമസ്കാരമുണ്ട്. എന്തുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഭയങ്കര കളരിയൊക്കെ കാണിച്ച് എൻ്റെ കൈ വയ്യ കേട്ടോ. ഇന്നലെ എൻ്റെ കൈയൊക്കെ പിടിച്ചൊടിച്ചില്ലയോ? അപ്പൊ ഞാൻ തടവിക്കാൻ വേണ്ടി വന്നതാ. സുഖമാണോ? ആഹാരമൊക്കെ കഴിച്ചോ? ഒരു പെങ്കൊച്ച് നമ്മളെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ആഗ്രഹം നമ്മളോട് പറഞ്ഞിരുന്നു, 104 വയസ്സിൽ ഒന്ന് കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് രാവിലെ എനിക്കൊരു ഫോൺ കോൾ വന്ന് ആ അപ്പൂപ്പൻ്റെ കൂടെ ഞാൻ നിൽക്കാം, നമുക്ക് സെറ്റാക്കട്ടോ. ഞാൻ സെറ്റാക്കണമെങ്കിൽ ഞാൻ പറയുന്നതിലാണ് ആണെങ്കിൽ ഞാൻ സെറ്റാവും. കണ്ടീഷനൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത്. സമുദായം ശരിയായിരിക്കണം, പ്രായം ശരിയായിരിക്കണം, നമ്മളെ പൊന്നുപോലെ നോക്കണം. നമ്മുടെ കളരിയൊക്കെ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ആളിന്റെ കളർ കറുപ്പായിരിക്കണം. കറുപ്പായിരിക്കണം. ഇത് നമ്മുടെ സത്യഭാമയ്ക്കിട്ടൊരു കൊട്ടും കൂടാ കേട്ടോ, പഴയ സത്യഭാമ. അപ്പൊ നമ്മള് അപ്പൂപ്പന് ചെറിയ സർപ്രൈസുമായിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ ആ പരിപാടിയിൽ അങ്ങ് നേരെ പോവാണ്. മതിയല്ലേ? ഇവിടെ അപ്പച്ചൻ്റെ ഈ ഷെഡിന് താൽക്കാലികമായിട്ടൊരു ടാർപ്പ് കഴിഞ്ഞ ദിവസമാണ് വന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ചോർന്നൊലിക്കുമായിരുന്നു. അപ്പോൾ ചോർന്നൊലിക്കുന്നതിൻ്റെ താൽക്കാലിക ഒരു പരിഹാരം എന്ന നിലയിൽ ടാർപ്പ എത്തിച്ചിട്ടുണ്ട്. മലപ്പുറത്തു നിന്നുള്ളൊരു പ്രേക്ഷകൻ്റെ ഹെൽപ്പാണിത്. അപ്പം ടാർപ്പ വെച്ച് നമ്മൾ താൽക്കാലികമായിട്ട് വലിയ ചോർച്ചയൊന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കിടക്കാനുള്ള പായ്, തലവണ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ ഇനി ഈ അപ്പച്ചന് കഴിക്കാനുള്ള 104 വയസ്സുള്ള നമ്മുടെ ഈ കേരളത്തിലെ ഏറ്റവും പ്രായം ചെന്ന കളരിയാശാന് ഫുഡ് കഴിക്കാനുള്ള അരിയാഹാരം കഴിക്കത്തില്ല കേട്ടോ. ഗോതമ്പിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഈ ഗോതമ്പ്, ഈ നമ്മുടെ ആശാൻ കഴിക്കുന്ന ഏത് ആഹാരമാണോ അത് മുഴുവൻ സ്പോൺസർ ചെയ്യാനായിട്ട് ആൾക്കാർ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കാൻ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉടനെ ചെയ്യും. അത് മാത്രമല്ല, നമുക്ക് ഈ ഷെഡിൽ നിന്ന് നമുക്ക് കുറച്ച് ദിവസം മുന്നോട്ടൊന്ന് പോകുമ്പോഴത്തേക്ക് ബാക്കി നല്ല രീതിയിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ചെയ്തു തന്ന ആ മലപ്പുറത്തെ പ്രേക്ഷകന് 1000 നന്ദി. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച നമ്മുടെ സുനിൽ എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്, കേരള ടുഡേ ചാനലും, അവരുടെ ആ ഒരു ചാനലിൽ കൂടെയാണ് ഈ ഒരു പ്രേക്ഷകൻ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു പ്രേക്ഷകനും ആ ഒരു ചാനലിനും നമ്മൾ ഇപ്പോൾ ഒരു നന്ദി പറയുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ഹരി.